എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയെ കൊലപ്പെടുത്തിയത് കവർച്ചയ്ക്ക് വേണ്ടിയെന്ന് പോലീസ്. കവർച്ചയ്ക്ക് ശേഷം വിൽപ്പന നടത്തിയ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും ജ്വല്ലറികളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം സുഭദ്രയുടേതെന്ന് മകൻ രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും ഡാനി പോളും ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, വലിയ ഒരു സംശയമുണ്ടാകുന്നു, അത് പരിശോധനയിലേക്ക് കടക്കുന്നു. ഒടുവിൽ അത് കാണാതായ സുഭദ്രയുടെ മൃതദേഹം തന്നെയാണെന്ന് മകൻ തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവർ ഒളിവിൽ തുടർന്നൊരു സാഹചര്യം. ഏത് തരത്തിലേക്ക് അന്വേഷണം കടക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്? ഒപ്പം DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളും സുഭദ്രയുടെ മൃതദേഹം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നടത്തേണ്ടതായി വരുമോ? അപർണ, ഈ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. മൃതദേഹം മാറ്റുന്നതിന് മുമ്പ് മകൻ കടവന്ത്രയിൽ നിന്ന് എത്തി രാധാകൃഷ്ണൻ ഈ മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സുഭദ്രയുടെ തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ അത് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുള്ളൂ. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ സ്വർണം കവരുന്നതിന് വേണ്ടിയാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കടവന്ത്ര സ്വദേശിനിയായ സുഭദ്ര ഈ കടവന്ത്രയിൽ നിന്ന് പുറപ്പെടുന്ന ഘട്ടത്തിൽ ഇവരുടെ കൈപ്പക്കൽ സ്വർണ്ണാഭരണങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇവർ സ്വർണം ധാരാളമായി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹത്തിൽ യാതൊരുവിധ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കവർച്ചയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ സുഭദ്രയുടെ സ്വർണം ആലപ്പുഴ നഗരത്തിലെ ഒരു ജുവലറിയിൽ വിറ്റതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും 25,000 രൂപ ഈ നഗരത്തിലെ ജുവലറിയിൽ നിന്നും മാത്യുവിന് ഫോൺ പേ വഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലായി സുഭദ്രയുടെ സ്വർണം വിറ്റിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. അത് കേരളത്തിന് പുറത്ത് ഉടുപ്പിയിലും അത്തരത്തിൽ സ്വർണം വിറ്റിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ ഷർമിള ഉടുപ്പി സ്വദേശിനിയാണ്. ഇവര് ഈ ഉടുപ്പിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവർ എത്തിയിരുന്നു എന്നുള്ളത്, അതായത് സുഭദ്ര എത്തിയിരുന്നു എന്നുള്ളത് അയൽക്കാരടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ ജീവനക്കാരുടെ മൊഴിയാണ്. ഈ സുഭദ്രയെ കാണാതെ ഇല്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് സുഭദ്ര ഈ വീട്ടിലെത്തിയിരുന്നുവെന്നും അംഗനവാടി ജീവനക്കാരിയുമായി സംസാരിക്കുകയും സുഭദ്രയെ പരിചയപ്പെടുത്തുകയും കടവന്ത്ര സ്വദേശിയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവരിപ്പോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തൊട്ട് പുറകിലുള്ള വീട്ടിലെ കുട്ടച്ചൻ എന്ന വ്യക്തിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് 4 പേർ ചേർന്നാണ് സുഭദ്രയെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടു എന്നുള്ള മൊഴിയാണ് കുട്ടച്ചൻ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ 4 പേർ ഇവരെ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പനി ബാധിതയായാണ് വരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയുള്ളത്. സുഭദ്ര 2 വർഷക്കാലമായി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മാത്യുവിന്റെയും ഷർമിളയുടെയും വാടക വീടാണ് ഇത്. ഈ വാടക വീട്ടിൽ ഇടയ്ക്ക് മാത്രമേ മാത്യുവും ഷർമിളയും താമസിക്കാനായി വരാറുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് മറ്റ് അയൽക്കാരുമായി വലിയ തോതിലുള്ള ബന്ധമൊന്നും ഇവർക്കില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്ക് മാത്രം വരും. ലൈറ്റുകളൊക്കെ എപ്പോഴും ഓഫായാണ് ആ വീട്ടിൽ കിടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ തൊട്ടടുത്തുള്ള അയൽവാസികൾ പറയുന്നത്. എന്തായാലും സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടിയാണോ കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. സ്വർണം വിറ്റതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതായി സ്ഥിരീകരണവുമുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകുമ്പോൾ കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയ എറണാകുളം സ്വദേശി കടവന്ത്ര സ്വദേശിയായ സുഭദ്ര ഇവിടെ താമസിച്ചിരുന്ന എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അവരുടെ വീടാണിത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി അവർ ഇവിടെയാണ് താമസിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നാണ് ഇവരെ കാണാതാവുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ പരിസരവാസികളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇവർ പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഇടയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് അടക്കമുള്ളൊരു ശീലമാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിലടക്കം പോയിട്ടുണ്ടാകാം എന്നൊരു ധാരണയാണ് പൊതുവിൽ ഇവർക്ക് ഉണ്ടായിരുന്നതായി പരിസരത്തുള്ളവരും ഒപ്പം തന്നെ ആശാവർക്കറായ അശ്വതിയും പറയുന്നത്. വർഷങ്ങളായിട്ട് എനിക്കറിയായിരുന്നു.
പിന്നെ സുഭദ്രാന്റി എന്ന് പറയുന്ന 1 മാസത്തിന് ശേഷമാണ് എന്റെ അറിവിൽ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അമ്പലവാസിയാണ്, തീർത്ഥാടനക്കാരിയും കൂടിയാണ്. മഹാദേവ ക്ഷേത്രത്തിലും വളഞ്ഞമ്പലവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലെല്ലാം പോവും. എല്ലാം അമ്പലവാസി തന്നെ എന്ന് പറയാ. പിന്നെ ഈ ഒരു 1 മന്തിന് ശേഷം 3-ാം തീയതിയാണോ മക്കൾ കംപ്ലൈന്റ് കൊടുത്തതെന്നും എനിക്കറിയത്തില്ല. ഇതിനു മുന്നേ നാട്ടുകാരെല്ലാവരും സുഭദ്രാനെ കാണുന്നില്ല, പേപ്പറിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവർ കൊടുത്തിട്ടുമില്ല. എന്നാൽ ഇവർക്ക് ചില സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പരിസരത്തുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരം സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് പണം പലിശയ്ക്ക് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നതായും പരിസരത്തുള്ളവർ പറയുന്നു. സുഭദ്രയ്ക്ക് ജോലി ഈ പൈസ പണമിടപാടാണ്. കാശ് പലിശ കറക്റ്റ് അത് അങ്ങനെ പലിശയല്ല, ബ്ലേഡ് എന്നാണ് അതിന് ലോക്കലായിട്ട് പറയുന്നത്. അപ്പൊ അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ വന്നിരിക്കും. ഈ മാസം 4-നാണ് ഇവരെ കാണാനില്ല എന്നുള്ളൊരു പരാതി കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത്. മകൻ പരാതി നൽകുന്നു. ഇതിനുശേഷം പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ ശർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇവരുമായി ഒരു അടുത്ത ബന്ധം കഴിഞ്ഞ കുറെ നാളുകളായി പുലർത്തിയിരുന്നതായി പരിസരവാസികൾ പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിക്കുകയും പോലീസ് ചെയ്തു. അത്തരം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ഒടുവിൽ ആലപ്പുഴയിലെത്തിയതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ മൃതദേഹമടക്കം ലഭിക്കുന്നത്. അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ കൂടിയും പോലീസ് അത് ഏതാണ്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശർമിള, അവരുടെ ഭർത്താവ് മാത്യൂസ് എന്നിവരെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ആലപ്പുഴ SP-യുടെ നേതൃത്വത്തിൽ അവിടെയാണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെ FIR ഇട്ടിരുന്നു. ഈ FIR അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാണ് അന്വേഷണം നടക്കുന്നത്. കാണാതായതിനെ തുടർന്ന് ഇവരുടെ മക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് CCTV ദൃശ്യങ്ങളിലൂടെ ഇങ്ങനൊരു സ്ത്രീ, ഇവിടെ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇവരുമായി നേരത്തെ മുതൽ അടുപ്പമുള്ള സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. വളരെ അടുപ്പമുള്ള, വർഷങ്ങളെ അടുപ്പമുള്ളതാണെന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച കുറെ കൂടി വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്കടക്കം കാര്യങ്ങൾ നയിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായും സ്ഥിരീകരണവും അന്വേഷണവും എല്ലാം തന്നെ എത്തേണ്ടതുണ്ട്. എന്നാലും ഈ ഒരു വയോധികയെ 70 കഴിഞ്ഞ ഒരു സ്ത്രീയെ ഈ രീതിയിലേക്ക് കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹത്തിൽ അവർ പതിവായി ധരിച്ചിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഭരണങ്ങൾ, പണവും എല്ലാം അപഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വൈകാതെ തന്നെ അതിന്റെ ഒരു വ്യക്തതയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷാംലാലിനൊപ്പം ഡാനി പോൾ, News 18.